ചാത്തൻ കഥകൾ മലയാള നാടോടി കഥകളിലെ വികൃതിയായ എന്നാൽ സംരക്ഷകനായ ഒരു ആത്മാവിനെക്കുറിച്ചുള്ളതാണ്. പലപ്പോഴും വിഷ്ണുമായയുടെ അനുയായികളായ കുട്ടിച്ചാത്തന്മാരെയും വിഷ്ണുമായയുടെ അവതാരത്തെയും കുറിച്ച് കഥകൾ വരുന്നു. അവർ പൂജകൾക്ക് വഴങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയും വഴിപാടുകൾ മുടക്കുന്നവരെ ശല്യപ്പെടുത്തുകയും നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു നിഗൂഢ ശക്തിയാണ്. അത് ദ്രാവിഡ ഗോത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാണങ്ങൾ പ്രകാരം ശിവനും പാർവതിയും വനചാരികളായി കഴിയുന്ന കാലത്ത് അവർക്ക് 400 കുട്ടികൾ ലഭിച്ചു. ഇവർ ഭയങ്കരമായ മാന്ത്രിക ശക്തിയുള്ളവരും എന്നാൽ അത്യന്തം വികൃതികളുമായിരുന്നു. ഭൂമിയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ തീർക്കാനും അതേസമയം അധർമ്മികളെ ശിക്ഷിക്കാനുമാണ് ഇവരെ നിയോഗിച്ചത് എന്നാണ് വിശ്വാസം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തനെ വിഷ്ണുമായ എന്നും വിളിക്കാറുണ്ട്. ചാത്തൻ്റെ കഥകളിൽ ഏറ്റവും രസകരമായ ഭാഗം കടമറ്റത്ത് കത്തനാരുമായുള്ള ബന്ധമാണ്. ഒരിക്കൽ ഒരു മന്ത്രവാദി ചാത്തനെ ചെപ്പിനുള്ളിൽ അടച്ചുപൂട്ടി കായലിൽ എറിഞ്ഞു. അത് കിട്ടിയത് കത്തനാർക്കായിരുന്നു. അദ്ദേഹം ചാത്തനെ മോചിപ്പിച്ചു. മോചിപ്പിക്കപ്പെട്ട ചാത്തൻ കത്തനാരുടെ ഉറ്റ സുഹൃത്തായി മാറി. കത്തനാർ പള്ളി പണിയുമ്പോൾ വലിയ തടികൾ ഒറ്റയ്ക്ക് ചുമന്നതും വഴിയിൽ തടസ്സങ്ങൾ മാറ്റിയതും ചാത്തനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കത്തനാർ ഒരിടത്ത് സദ്യയ്ക്ക് പോയപ്പോൾ ചാത്തൻ അവിടെ അദൃശ്യനായിരുന്ന വിളമ്പുകാരെ വട്ടം കറക്കിയതായും കഥകളുണ്ട്. കേരളത്തിലെ മന്ത്രവാദത്തിൽ ചാത്തൻ സേവ എന്നത് വളരെ പ്രശസ്തമാണ്. ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ശത്രുക്കൾ ചാത്തനെ വിടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെയാണ് ചാത്തനേറ് എന്ന് പറയുന്നത്. വീടിന് മുകളിൽ കല്ല് വീഴുക, വസ്ത്രങ്ങൾ താനെ കത്തുക, ഭക്ഷണത്തിൽ അഴുക്ക് വരിക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായി പണ്ട് വിശ്വസിച്ചിരുന്നത്. ഇത്തരം ഉപദ്രവങ്ങൾ മാറ്റാൻ അതിലും വലിയ ചാത്തൻ ഉപാസകരെ കൊണ്ട് ചാത്തനെ കെട്ടുക എന്ന ചടങ്ങും നിലവിലുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയാണ് ചാത്തൻ ആരാധനയുടെ ആസ്ഥാനമായി കരുതപ്പെടുന്നത്. പണ്ട് ഈ പ്രദേശത്തെ മനയിലെ നമ്പൂതിരി ചാത്തനെ പ്രസാദിപ്പിക്കാൻ കഠിന തപസ് ചെയ്തു. പ്രസന്നനായ ചാത്തൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അവിടെ കുടികൊള്ളുകയും ചെയ്തു. ഇവിടെ ചാത്തനെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി എന്ന പേരിലാണ് ആരാധിക്കുന്നത്. നീല നിറത്തിലുള്ള ശരീരവും കയ്യിൽ ചൂരലുമായി എരുമപ്പുറത്ത് സഞ്ചരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ചാത്തനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചാത്തൻ ഒരു ഉഗ്രമൂർത്തിയായതുകൊണ്ട് തന്നെ പൂജകളിൽ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. തെറ്റായ രീതിയിൽ സേവിച്ചാൽ ആ മന്ത്രവാദിക്ക് തന്നെ ദോഷം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ചാത്തൻ വികൃതിയാണെങ്കിലും സത്യസന്ധരുടെ കൂടെ നിൽക്കുമെന്നും നീതിമാനാണെന്നുമാണ് ഭക്തരുടെ പക്ഷം. ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലും കുട്ടിച്ചാത്തൻ്റെ രൂപം വളരെ സവിശേഷമാണ്. സാധാരണയായി 2 തരത്തിലാണ് ചാത്തൻ്റെ രൂപത്തെ വിവരിക്കാറുള്ളത്. ഒന്ന് മന്ത്രവാദ ഗ്രന്ഥങ്ങളിലെ ദ്വാനരൂപം, മറ്റൊന്ന് നാടൻ കഥകളിലെ ബാലരൂപം. ചാത്തൻ സഞ്ചരിക്കുന്നത് ഒരു എരുമയുടെ പുറത്താണ്. സാധാരണയായി 2 കൈകളാണുള്ളത്. ഒരു കൈയിൽ കുറുന്തടി അഥവാ ചെറിയ വടി അല്ലെങ്കിൽ ഗദ പോലുള്ള ഒരു ആയുധം, മറ്റേ കൈയിൽ ചൂരൽ എന്നിവ ഉണ്ടാകും. കറുത്ത ശരീര നിറമാണ് ചാത്തന്. എന്നാൽ ചില സങ്കല്പങ്ങളിൽ വിഷ്ണുമായ ആയതുകൊണ്ട് തന്നെ കടും നീല നിറത്തിലും ചിത്രീകരിക്കാറുണ്ട്. തലയിൽ കിരീടമോ അല്ലെങ്കിൽ മുടിമുകളിലേക്ക് കെട്ടിവെച്ച രൂപമോ ഉണ്ടാകാം. 8 വയസ്സുകാരനായ ഒരു ചെറിയ ആൺകുട്ടിയുടെ രൂപത്തിലാണ് ചാത്തൻ പ്രത്യക്ഷപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കുന്നത്. കൗബീനം ധരിച്ച അരയിൽ മണികൾ കെട്ടിയ രൂപമായാണ് സങ്കല്പം. കാക്കപ്പൂവ് പോലെ കറുത്തിരണ്ട മുടിയും കഴുത്തിൽ ഏലസുകളും മാലകളും ധരിച്ചിട്ടുണ്ടാകും. ചാത്തന് ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂച്ചയായോ നായയായോ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുടെ രൂപത്തിലോ ചാത്തൻ പ്രത്യക്ഷപ്പെടാറുണ്ടത്രേ. ചാത്തൻ്റെ കയ്യിലുള്ള വടിക്ക് വലിയ ശക്തിയുണ്ടെന്നും അത് ഉപയോഗിച്ചാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും കഥകളിലുണ്ട്. ശത്രുക്കൾക്ക് മുന്നിൽ ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തർക്കും കുട്ടികൾക്കും മുന്നിൽ വളരെ ശാന്തനായ ഒരു കുട്ടിയായി ചാത്തൻ മാറുമെന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ എരുമപ്പുറത്തിരിക്കുന്ന കയ്യിൽ വടിയേന്തിയ കറുത്ത നിറമുള്ള ഒരു ബാലരൂപമാണ് ചാത്തൻ്റെ ഏറ്റവും പ്രശസ്തമായ രൂപം. ചാത്തൻ്റെ ആയുധങ്ങൾ വളരെ ലളിതമാണെങ്കിലും അതീവ ശക്തിയുള്ളവയാണ്. പ്രധാനമായും 2 ആയുധങ്ങളാണ് ചാത്തൻ്റെ കയ്യിൽ കാണാറുള്ളത്. ചാത്തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് കുറുന്തടി. ഇതിനെ ഒരു ചെറിയ ഗദയായോ അല്ലെങ്കിൽ കടുപ്പമേറിയ മരത്തടിയായോ സങ്കല്പിക്കുന്നു. ശത്രുക്കളെ അടിച്ചമർത്താനും ദുഷ്ടശക്തികളെ തുരത്താനും ചാത്തൻ ഈ കുറുന്തടിയാണ് ഉപയോഗിക്കുന്നത്. മന്ത്രവാദ കഥകളിൽ ചാത്തൻ തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ ഈ തടി തറയിൽ അടിച്ചാൽ ഭൂമി കുലുങ്ങുമെന്ന് പോലും പറയാറുണ്ട്. വിഷ്ണുമായ രൂപത്തിൽ ചാത്തൻ കയ്യിൽ കരുതാറുള്ള മറ്റൊരു ആയുധമാണ് ചൂരൽ. ഇത് പ്രധാനമായും ശിക്ഷാവിധി നടപ്പാക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് വിശ്വാസം. തെറ്റ് ചെയ്യുന്നവരെ ചൂരൽ വീശി അടിക്കുന്നതായും അദൃശ്യനായി വന്ന് ചൂരൽ കൊണ്ട് പ്രഹരം നൽകുന്നതായും നാടൻ കഥകളിൽ കേൾക്കാം. ആയുധങ്ങൾ കൂടാതെ ചാത്തൻ്റെ ശക്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. ചാത്തൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം മായയാണ്. ശത്രുക്കളെ കബളിപ്പിക്കാനും അദൃശ്യനാകാനും നിമിഷനേരം കൊണ്ട് രൂപം മാറാനും ചാത്തനെ സഹായിക്കുന്നത്. ഈ മാന്ത്രിക ശക്തിയാണ് ചാത്തൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കല്ലേറ് വഴിയാണ് തൻ്റെ സാന്നിധ്യം അറിയിക്കാറുള്ളത്. ദൂരെയുള്ള ശത്രുവിനെ പോലും ലക്ഷ്യം തെറ്റാതെ കല്ലെറിയാൻ ചാത്തന് കഴിയുമെന്ന് പറയപ്പെടുന്നു. ചാത്തൻ്റെ വാഹനമായ കറുത്ത എരുമയെയും പലപ്പോഴും ഒരു ശക്തിയായി തന്നെ കാണുന്നു. അത് ചാത്തൻ്റെ പ്രയാണത്തിൻ്റെ വേഗതയെയും ഗാംഭീര്യത്തെയും സൂചിപ്പിക്കുന്നു.